ആദ്യമായിട്ട് തന്നെ നമ്മൾ ഫോണിലെ ഗൂഗിൾ ആപ്പ് സെർച്ച് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് ഗൂഗിളിലൊരു ലെൻസ് കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് നമ്മളുടെ ബോച്ചട്ടി നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ ഈ ക്യാമറയ്ക്ക് മുൻപിലായിട്ട് നമുക്ക് കാണിക്കാം. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഫോണിലെടുത്തുകൊണ്ട് നമുക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫോട്ടോ ഫോണിലെടുത്തുകൊണ്ട് സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ലെൻസ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ബോച്ചട്ടി മുൻപിൽ വയ്ക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു ലിങ്ക് ആ ഫോട്ടോ സ്കാനറിന് മുകളിലായിട്ട് വയ്ക്കുന്ന സമയത്ത് തെളിഞ്ഞു വരും. ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബോച്ചട്ടി വെബ്സൈറ്റിലേക്ക് നമുക്ക് കയറാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഫോണിൽ ഇത്തരത്തിലുള്ളൊരു ലിങ്ക് തെളിഞ്ഞു വരുന്നില്ല എങ്കിൽ നമ്മൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നേരിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇവിടെ ആദ്യമായിട്ട് നമ്മളെ പേര് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അതിനുശേഷം നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. കൺഫേം ഫോൺ നമ്പറാണ് ഒരു തവണ കൂടി ചോദിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ കൂപ്പണിൻ്റെ താഴെ കാണുന്ന ഒരു കൂപ്പൺ കോഡ് അതിവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സെലക്ട് സ്റ്റേറ്റ്, നമ്മളെ സ്റ്റേറ്റ് ഏതാണോ അതാണ് കൊടുക്കേണ്ടത്. ഇവിടെ കേരളയാണ് സ്റ്റേറ്റ് വരുന്നത്, കേരള കൊടുക്കുന്നു. സെലക്ട് റീജിയൻ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കോഴിക്കോടാണ് വരുന്നത്, കോഴിക്കോട് കൊടുക്കുന്നു. അതിനുശേഷം ഈ എമൗണ്ട് തമ്മിൽ ആഡ് ആക്കാനുള്ള ഒരു കോളമാണ് വരുന്നത്. 8+8 നമുക്ക് 16 എന്ന് കൊടുക്കാം. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ഒരു ക്യാപ്ച കോഡ് ചോദിക്കുന്നുണ്ട്. ഇവിടെ സ്മോൾ ലെറ്റർ N, ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ A, സ്മോൾ ലെറ്റർ Q, അതേപോലെ തന്നെ O, ഈ ഓപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ ഈ റൗണ്ട് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ മാറ്റാം. അതിൽ ഏതാണോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ആ ഓപ്ഷൻ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ SUTB എന്നുള്ളൊരു ഓപ്ഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഈ കോളത്തിൽ നമുക്ക് ഇവിടെ എഴുതാം, SUT. അതിനുശേഷം താഴെ കാണുന്ന ഈ സബ്മിറ്റ് ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഇൻ്റർഫേസിലേക്ക് പോകാവുന്നതാണ്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെയാണ് ബോച്ചട്ടി അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക, അതോടൊപ്പം തന്നെ പ്രൈസ് അടിച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുക. ഈ രണ്ട് ഓപ്ഷനുകളാണ് ഇനി വരുന്ന സെക്ഷനിൽ നമുക്ക് കാണിക്കാൻ പോകുന്നത്. ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. അതിനായി ആദ്യമായിട്ട് ബോച്ചട്ടി എന്ന് നമുക്ക് ഗൂഗിളിൽ വീണ്ടും സെർച്ച് ചെയ്യാം. അങ്ങനെ ബോച്ചട്ടി എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് സൈനിങ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കുക. രണ്ട് തരത്തിൽ നമുക്ക് സൈൻ ചെയ്യാം, പാസ്വേഡ് ഉപയോഗിച്ചും OTP ഉപയോഗിച്ചും. ഇവിടെ താഴെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഒരു പാസ്വേഡ് ആവശ്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ള ഈ ഒരു ഏരിയ കാണാം. ഇവിടെ നമ്മളെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതുതായിട്ട് ഒരു പാസ്വേഡ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അവിടെ നമുക്ക് name@123 എന്നുള്ള രീതിയിൽ ഒരു പുതിയ പാസ്വേഡ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ പാസ്വേഡ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ തുടങ്ങിയവ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കേണ്ടത്. നമ്മളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, തുടർന്നുള്ള ലെറ്റർ സ്മോൾ, അതിനുശേഷം @123 എന്നുള്ള രീതിയിലൊരു പാസ്വേഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ പാസ്വേഡ് സെക്ഷൻ ഓക്കെ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം തൊട്ട് കാണുന്ന ഈ സബ്മിറ്റ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ട് പാസ്വേഡ്, ന്യൂ പാസ്വേഡ്, കൺഫേം ന്യൂ പാസ്വേഡ് എന്നുള്ള ഒരു കോളമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ 3 കോളത്തിലും ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ സെയിം പാസ്വേഡ് തന്നെയാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഈ 3 കോളത്തിലും കൃത്യമായിട്ട് ആ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നതോടുകൂടി നമ്മളെ പാസ്വേഡ് ഒഫീഷ്യലി രജിസ്റ്റർ ആകപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പാസ്വേഡ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൈനിങ് ചെയ്യാം. സൈനിങ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ പാസ്വേഡ് എന്നുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്യാം. ആ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുന്നു. പുതുതായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളുടെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ സമയത്ത് ഒഫീഷ്യലി നമ്മളുടെ ബോച്ചട്ടി അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. നമ്മളുടെ പേര് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് റൈറ്റ് സൈഡിൽ ഈ കോളംസൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മളിപ്പം ബോച്ചട്ടിയിലൂടെ ലഭിച്ചിട്ടുള്ള എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് പരിശോധിക്കുന്നത്. അതിനായിട്ട് ഈ വാലറ്റ് പോലൊരു എംബ്ലം കാണാം നമുക്ക് മുകളിൽ മൂന്നാമതായിട്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വിന്നിങ് എന്നുള്ള ഈ കോളത്തിൽ 100 rupees നമ്മൾ വിൻ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. വിഡ്രോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആഡ് ആക്കാനാണ് പറയുന്നത്.
ഇവിടെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. ആദ്യമായി നമ്മൾ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യാണ് വേണ്ടത്. അതിനുശേഷം വീണ്ടും നമുക്ക് അക്കൗണ്ട് നമ്പർ കൺഫേം ചെയ്യാം. അതേ അക്കൗണ്ട് നമ്പർ ഒരു തവണ കൂടി നമ്മൾ എൻ്റർ ചെയ്യണം. അതിനുശേഷം IFSC കോഡ് എന്നുള്ള കോളത്തിൽ നമ്മുടെ ബാങ്കിൻ്റെ IFSC കോഡ് എൻ്റർ ചെയ്യാം. ദെൻ നമ്മളുടെ ബാങ്കിൻ്റെ നെയിം നമുക്ക് എൻ്റർ ചെയ്യാം. ശേഷം നമ്മളുടെ മെയിൽ അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് സബ്മിറ്റ് ഓപ്ഷനിൽ താഴെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മളുടെ ID ലോഗൗട്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗൗട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് നമ്മളെ ID-യുമായിട്ട് ലിങ്ക് ആവുന്നതാണ്. വീണ്ടും നമുക്ക് ഒരു തവണ കൂടി സൈൻ ഇൻ ചെയ്യാം. തൊട്ട് മുൻപേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നത്. ഈ വാലറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എത്ര രൂപയാണ് നമുക്ക് ബാങ്കിലേക്ക് മാറ്റേണ്ടത്, ഇവിടെ 100 rupees ആണുള്ളത്. എൻ്റർ എമൗണ്ട് എന്നുള്ള കോളത്തിൽ 100 കൊടുത്തുകൊണ്ട് സബ്മിറ്റ് കൊടുക്കാം. അത്തരത്തിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് 48 മണിക്കൂറിനുള്ളിൽ ഈ എമൗണ്ട് ബാങ്കിലേക്ക് കയറുന്നതാണ്.